ഇച്ഛാശക്തിയുടെ കരുത്ത് അപാരമാണ്. ഒരു കാര്യത്തിൽ നല്ലപോലെ ആലോചിച്ച് ഉറച്ച തീരുമാനമെടുക്കുക, പിന്നെ അത് പ്രാവർത്തികമാക്കുക. അതിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതിരിക്കുക. ഏത് ഹിമാലയൻ പ്രതിബന്ധങ്ങൾ വന്നാലും അവയെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങുക. ഇതാണ് ഇച്ഛാശക്തി പ്രദാനം ചെയ്യുന്ന ഗുണഗണങ്ങൾ. ഇച്ഛാശക്തിയുടെ അഭാവം നിമിത്തം നമുക്ക് പലതും നഷ്ടപ്പെടാറുണ്ട്. ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കാൻ കഴിയാതെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കാണാം. സംശയാലുക്കളും പരിഭ്രമ ചിത്തരുമാണവർ. എത്രയോ അവസരങ്ങളാണ് അത്തരക്കാർക്ക് നഷ്ടപ്പെടാറുള്ളത്. ഈ വണ്ടിയിൽ കയറണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അപ്പോഴേക്കും വണ്ടി പോയി കാണും. സ്വന്തമായ ഒരഭിപ്രായമില്ലാതെ ആളുകൾക്കൊപ്പിച്ച് നീക്കൊണ്ടിരിക്കുന്നവരെയും കാണാം. ജനം നല്ലത് ചെയ്യുമ്പോൾ ഞാനും നല്ലതും ചെയ്യുന്നു, അവർ ചീത്ത പ്രവർത്തിക്കുമ്പോൾ അവരോടൊപ്പം കൂട്ടുകൂടുകയും ചെയ്യുന്നു. ഇച്ഛാശക്തിയുടെ വിജയത്തിന് ഏകാഗ്രത അനിവാര്യമാണ്. ആരാധനയും ധ്യാനവും യഥാർത്ഥത്തിൽ ഈ ഏകാഗ്രതയാണ് പ്രദാനം ചെയ്യുന്നത്. പല വഴിക്ക് സഞ്ചരിക്കുന്ന മനസ്സിനെ ഒരു കേന്ദ്ര ബിന്ദുവിൽ തളച്ചിടാൻ സാധിക്കണം. കടലിലേക്ക് ഒഴുകിപ്പോകുന്ന നദീജലത്തെ അണകെട്ടി നിർത്തുമ്പോൾ ആ വെള്ളം കൃഷിക്കും വീട്ടുപയോഗത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും സഹായകമാകുന്നത് നാം കാണാറുണ്ട്. ഒരു ബാറ്റ്സ്മാന്റെ സ്പിരിറ്റ് ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അവന്റെ ഭാവവും പ്രകടനവുമാണ് മത്സരത്തിന്റെ വിജയം. സെക്കൻഡിന്റെ 100 പോലും മറ്റൊന്നിലേക്ക് മനസ്സ് പോകാതെ ശ്രദ്ധ കൂർപ്പിച്ച് ബൌളറുടെ ചലനത്തിലും പന്തിന്റെ അതിവേഗതയിലുള്ള വരവിലും മാത്രം അയാളുടെ മനസ്സ് തറച്ചു നിൽക്കുന്നു. ഇതാണ് ഏകാഗ്രതക്കും ഇച്ഛാശക്തിക്കും മികച്ച ഉദാഹരണം. മഹാഭാരതത്തിൽ മഹത്തായൊരു കഥയുണ്ട്. രാജകുമാരന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യരുടെ കഥ. അദ്ദേഹം മരത്തിൽ ഒരു കൃത്രിമ കിളിയെ വെച്ചു. അതിനെ അമ്പെഴുത് വീഴ്ത്തണം. ആദ്യം വന്നത് യുധിഷ്ഠിരനായിരുന്നു. നീ ഇപ്പോൾ എന്താണ് കാണുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷിയും വൃക്ഷവും ഇവിടെ നിൽക്കുന്ന ജനങ്ങളും. അയാൾ മറുപടി പറഞ്ഞു. അതോടെ യുധിഷ്ഠിരൻ മത്സരത്തിൽ അയോഗ്യനാവുകയും പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. പിന്നീട് വന്നവരെല്ലാം ഇതേ മറുപടി നൽകി. എല്ലാവരും പുറത്തു പോകേണ്ടി വന്നു. ഒടുവിൽ അർജുനൻ വന്നു. ഞാൻ ലക്ഷ്യം മാത്രം കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദ്രോണാചാര്യൻ ചോദിച്ചു, പക്ഷിയെ മുഴുവൻ കാണുന്നുണ്ടോ? ഇല്ല, പക്ഷിയുടെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. അതോടെ അർജുനന് അസ്ത്രം വിടാനുള്ള അനുമതി കിട്ടി. അസ്ത്രം ലക്ഷ്യത്തിലെത്തി. ദൂരെ മരക്കൊമ്പിലുള്ള കൃത്രിമ കിളി കഴുത്തൊടിഞ്ഞ് നിലത്ത് വീണു. ഇതാണ് കഥ. ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. ജീവിത വിജയത്തിന് ഏകാഗ്രതയും ഇച്ഛാശക്തിയും മനക്കരുത്തും അനിവാര്യമാണെന്ന തിരിച്ചറിവ്. അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. സുഭാഷിതമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് CH ഇസ്മായിൽ ഫാറൂഖി.